എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് പൊട്ടറ്റോ മീഡിയം സൈസിലുള്ള 5 പൊട്ടറ്റോ നമ്മൾ കുക്കറിലിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിനെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിലേക്ക് ഉടച്ച് വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് എരിക്ക് ആവശ്യമായിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ചതച്ചത്, മല്ലിയില, ഇത്രയും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ച് വെക്കാം. അപ്പം ആ കുഴയ്ക്കുന്നതിനകത്തൊന്ന് ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് മൈദ വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, ഏത് വേണേലും ചെയ്യും. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കുക. നമുക്കൊരു പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഒരു ഒട്ടൽ ഒക്കെ കാണും. മാറ്റാൻ ആ പൊടി ചേർത്ത് നമ്മൾ നന്നായി കുഴച്ച് വെച്ചു. ഈ കുഴച്ച് വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളല്ലാതെ എടുക്കണം ഒരു പ്ലേറ്റിൽ. അത് കോൺഫ്ലവറും നമ്മളുടെ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്, മൈദയല്ല. ഗോതമ്പ് പൊടി കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത ഒന്ന് നമുക്ക് ഇത് കോട്ട് ചെയ്യാനാണ്, ഈ ബോളിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഒന്നും എടുക്കുന്നില്ല, വെറുതെ ഇതുപോലെ ഈ ഗോതമ്പ് പൊടിയിൽ ജസ്റ്റ് കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി പാലൊഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി പൊട്ടറ്റോ എടുക്കുക, അത് ബോൾസ് ആക്കുക. നല്ല ബോളാക്കിയിട്ട് അതിന് നടുക്ക് നമ്മളിലെ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കി ഒരു ചീസ് ക്യൂബ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ക്യൂബ്സ് ആക്കിയ ചീസ് ഒരെണ്ണം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബോളാക്കുക. വീണ്ടും ബോളാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ശകലം പൊടി ഒന്ന് കവർ ചെയ്യാം. ആ പൊടി ഒന്ന് കവർ ചെയ്ത് അതിന് ശേഷം നമ്മൾ അത് ആ എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്യണം. എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. അത് നമ്മൾ ആ പൊടിയിലേക്കിടുക. എന്നിട്ട് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത കൈയല്ല, മറ്റേ കൈ ഉപയോഗിച്ച് ആ പൊടിയൊന്നും ഇങ്ങനെ പൊടിയിൽ നന്നായിട്ട് ഉരുട്ടി എടുത്ത് നമ്മൾ മാറ്റി വെക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഇങ്ങനെ എല്ലാ ബോൾസിനെയും നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ 2 കൈ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ മുട്ട മുക്കിയ കൈ വീണ്ടും അത് നിന്ന് കഴിഞ്ഞാൽ ഈ പൊടിക്കകത്ത് ഇങ്ങനെ കട്ടകളാവും. അത് വരാതിരിക്കാൻ നമ്മളെല്ലാ ബോൾസും അങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉള്ളവർക്ക് ബ്രെഡ് ക്രംസിൽ മുക്കണം കേട്ടോ, മുക്കാം. ഇനി നമ്മൾ തവ ചീനച്ചട്ടി വെച്ചു. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ ഈ ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുത്തു. ഈ ബോൾസ് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടാതൊക്കെ ഇരിക്കണം. നന്നായിട്ട് പെതുക്കെ തിരിച്ച് ഒക്കെ ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ ഷെയ്ഡാവുന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും വച്ചിട്ടില്ലല്ലോ, അപ്പം അങ്ങ് ഭയങ്കര ബ്രൗൺ നിറമൊന്നും വരില്ല. നമുക്ക് ഒരുവിധം നമ്മൾ ഗോതമ്പ് പൊടിയാണല്ലോ കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ നിറമേ വരത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ കവർ ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ബാച്ച് 4 ഞാൻ ഇട്ടുള്ളൂ. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ എല്ലാ ബോൾസും ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് കുട്ടികൾക്ക് ഇഷ്ടമാകും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊരു ചീസ് ബോൾ നമുക്ക് തയ്യാറാക്കാം. ചീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് ഒന്ന് കാണിക്കാൻ, കണ്ടില്ലേ,
ഇത് മോസറല്ല ചീസല്ല, നമ്മുടെ നോർമൽ ചീസ് ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. മൊസറല്ല ചീസാണ് നല്ലതായിട്ട് വലിയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന വിധത്തിൽ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.